ഗൈസ്, ബ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായനശാലയിൽ ബഷീർ ദിനാചരണം, അതുപോലെ വായനാ പക്ഷാചരണം, പിന്നെ വായനാ ക്വിസ് മത്സരം എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതായി വന്നപ്പോഴുള്ള വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ വീഡിയോയിലൂടെ കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഈ പരിപാടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പി ബാബുരാജാണ്. ബാബുരാജിന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പിന്നെ നമ്മളെ മോഹനമാഷാണ്. 1700 ഗ്രന്ഥാലയങ്ങളായി നമ്മുടെ കേരളത്തിൽ. ഈ ഗ്രന്ഥാലയങ്ങളൊക്കെ കഴിഞ്ഞ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള 19 ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഗ്രന്ഥശാലകൾ പഴയ ഇന്നത്തെ ഗ്രന്ഥശാലകളല്ല, പഴയ രീതിയിലുള്ള ഗ്രന്ഥാലയങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് തന്നെ ഏതാണ്ട് 5000 വർഷം പഴക്കമുണ്ട്. സൈന്ധവ സംസ്കാരത്തെ, സിന്ധുനദിയുടെ സംസ്കാരകാലത്തെ, മോഹൻജോദാര, ഹരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ വിവിധങ്ങളായ പുരാവസ്തുക്കളുടെ പഠനം വഴി അന്ന് 5000 വർഷം മുമ്പ് ഇന്ത്യയിൽ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ ഓടകളിലും മേടകളിലും സഞ്ചരിച്ച ഒരു വലിയ മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് തന്നെ ബഷീർ തന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് കഥകളായും സാഹിത്യാനുഭവമായും നമുക്ക് പറയുന്നത്. അപ്പോൾ ബഷീറിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാനില്ലാത്ത വിധം വൈവിധ്യവും വിപുലവും ക്ലേശകരവുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നുള്ളത്. തന്റെ അനുഭവങ്ങളെ മനോഹരമായ സാഹിത്യാനുഭവമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പ്രത്യേക കലാകൗശലമുണ്ടായിരുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും മറ്റു ഹൃദയങ്ങളിലേക്കും അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിലേക്കും സദാ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവങ്ങളുടെ ഒരു സമുദ്രം തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പായസം വെക്കുന്നുണ്ട്. അതാണ് കാണുന്നത്, ആ കാഴ്ച കാണുന്നത്. ദാസുരം പാല് കെട്ടിയുന്നുണ്ട്, വാവട്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ ഓരോരാൾ ഓരോ പരിപാടി ചെയ്യുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന പേര് എന്താണ്? രണ്ടാം ചോദ്യം, ബഷീർ ജനിച്ച നാടിന്റെ പേരെന്ത്? പാറക്കുട്ടി, കൊച്ചുനീരാണ്ട്. ബഷീറിന്റെ 2 കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇവർ മനുഷ്യരല്ല. പിന്നെ ആരാണ്? മാർക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം LP വിഭാഗം ഫാത്തിമ TC ഫസ്റ്റ്, അതായത് 7 ചരിത്രം. രണ്ടാമത്തത് ഗായത്രി M 15 അവിടെ PK 12 മാർക്ക്. സെക്കൻഡ് ധ്യാൻ കൃഷ്ണ PV 10 മാർക്ക്. 5 MB 10 മാർക്ക്. വൈഗ PV 14. ശ്രീനന്ദ MB 9. ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് വാട്സാപ്പിൽ ഇനിയും കൂടുതൽ ആയിട്ട് മാസത്തിൽ 2 തവണയെങ്കിലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ പരിപാടിയിൽ ഔദ്യോഗികമായ അധ്യക്ഷം വഹിച്ചത് ശ്രീ മനോഹരൻ മാസ്റ്ററാണ്. മനോഹരൻ മാസ്റ്ററെ വായനശാലയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് കുട്ടികൾക്കായി നടത്തിയ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് പ്രശസ്ത സാഹിത്യകാരനായ ബാബുരാജ് സാറാണ്. ബാബുരാജ് സാറിനും വായനശാലയ്ക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പ്രിയപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളെയും വായനശാലയുടെ പ്രവർത്തകരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു. നമ്മളെ നമ്പൂരി എല്ലാവർക്കും ഇങ്ങനെ പായസം ഒഴിച്ച് കൊടുക്കലാന്ന്. അത് ശ്രീത്ത് പാവണ്ണെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആശയിലിരുന്ന് പായസം അതിഗംഭീരമായിട്ട് കുടിക്കുന്നുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. ടാറ്റാ. പാപ്പ.